നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ ക്വാറന്റീനിൽ കഴിഞ്ഞ് സൗദിയിലേക്കുള്ള യാത്രാമധ്യേ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. പുതിയ നേഴ്സ് വിസയിൽ സൗദിയിലേക്ക് പുറപ്പെട്ട ഭാര്യ ഇക്കാര്യമറിയാതെ റിയാദിലെത്തുകയുണ്ടായി. ആലപ്പുഴ മാന്നാർ സ്വദേശി കൊട്ടുവിളയിൽ ജോമിയാണ് തിങ്കളാഴ്ച രാത്രിയിൽ ദുബായിലെ ആശുപത്രിയിൽ മരിച്ചത്. ഒരു റിക്രൂട്ടിംഗ് കമ്പനിയുടെ നേഴ്സ് വിസയിൽ ഞായറാഴ്ച റിയാദിലെത്തിയ ഭാര്യ അനുഷ വർഗീസ് ഭർത്താവിന്റെ മരണമറിഞ്ഞത് ചൊവ്വാഴ്ചയാണ്. സൗദിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 14 ദിവസം ക്വാറന്റീൻ എന്ന നിബന്ധന പാലിക്കാൻ ഈ മാസം 2-നാണ് ജോമി ദുബായിൽ എത്തിച്ചേർന്നത്. ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ ആ തടസ്സമില്ലാത്തതിനാൽ ദിവസങ്ങൾക്ക് ശേഷം അനുഷയും സൗദിയിലേക്ക് വിമാനം കയറുകയായിരുന്നു. റിയാദിന് സമീപം അൽ ഖർജിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന ജോമി കോവിഡ് വ്യാപനത്തിന് തൊട്ടുമുമ്പാണ് അവധിക്ക് നാട്ടിലെത്തിയത്. ജനുവരിയിലാണ് ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. ഇതിനിടയിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് സൗദിയിലേക്കുള്ള തിരിച്ചുവരവ് മുടങ്ങി. അബ്ദൽ റിക്രൂട്ട്മെന്റ് കമ്പനിയുടെ കീഴിൽ അനുഷയ്ക്ക് റിയാദിലേക്കുള്ള വിസ ശരിയായതോടെ ഒരുമിച്ച് കഴിയാമല്ലോ എന്ന സന്തോഷത്തിലാണ് ജോമി സൗദിയിലേക്ക് തിരിച്ചുവരാൻ തുടങ്ങിയത്. 14 ദിവസം എന്ന കടമ്പയുള്ളതിനാൽ തന്നെ ജോമി നേരത്തെ പുറപ്പെടുകയും ചെയ്തു. ദുബായിലുള്ള സഹോദരൻ നിതിന്റെ കൂടെ കഴിയുന്നതിനിടെയാണ് നെഞ്ചുവേദന ഉണ്ടായത്. ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. റിക്രൂട്ട് ചെയ്യപ്പെട്ട മറ്റ് നേഴ്സുമാരോടൊപ്പമാണ് അനുഷ സൗദി എയർലൈൻസിൽ ഞായറാഴ്ച റിയാദിലെത്തിയത്. തിങ്കളാഴ്ച റിയാദ് കെയർ ആശുപത്രിയിലെത്തി ജോലിയിൽ ചേരാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ ഭർത്താവ് ആശുപത്രിയിലായതോ മരിച്ചതോ ഒന്നും അനുഷ അറിഞ്ഞില്ല. റിയാദിലുള്ള മലയാളി നേഴ്സ് ആനി സാമുവൽ വഴി സാവകാശം അനുഷയെ വിവരം അറിയിക്കുകയായിരുന്നു. സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് അബ്ദുൽ കമ്പനി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അനുഷയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ജോമിയുടെ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്ക് സൗദിയിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകനായ ഇർഫാൻ മുഹമ്മദും രംഗത്തുണ്ട്. യോഹനാൻ ജോസഫാണ് മരിച്ച ജോമിയുടെ പിതാവ്. അമ്മ മോളിക്കുട്ടി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.